സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 13, 12 തിരുവചനം. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 12 തിരുവചനത്തിൽ ഒരു സ്ത്രീയെ യേശു സൗഖ്യമാക്കിയ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 2025 വർഷം മുമ്പ് ദൈവം മനുഷ്യനായി, യേശു കർത്താവായി ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുന്ന കാലത്താണ് ഈ സംഭവം നടന്നത്. യേശു അന്ന് ഒരു ശബത്തിൽ ഒരു ദൈവാലയത്തിൽ ദൈവിക സന്ദേശം നൽകുകയായിരുന്നു. ആ മീറ്റിങ്ങിന് അഥവാ ആ ആരാധനയ്ക്ക് വന്ന ജനങ്ങളിൽ 18 വർഷമായി ഒരു അന്ധകാര വ്യാപാര ശക്തി അഥവാ ഒരു രോഗാത്മാവ്, ഒരു പൈശാചിക ബന്ധനം ബാധിച്ചിട്ട് ഒട്ടും നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കാണുകയും അവളെ അരികിൽ വിളിക്കുകയും നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മേൽ കൈവയ്ക്കുകയും ചെയ്തു. അവൾ യേശു തൊട്ട മാത്രയിൽ സൗഖ്യം പ്രാപിച്ച് നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇപ്രകാരമുള്ള നൂറുകണക്കിന് രോഗശാന്തി ശുശ്രൂഷകൾ ബൈബിളിലെ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് 4 സുവിശേഷങ്ങളിൽ നമുക്ക് കാണാം. ഈ കൂനിയായ സ്ത്രീ അനുഭവിച്ച വേദന എത്ര വലുത് എന്ന് ഒന്ന് ചിന്തിക്കുക. ഒന്ന് നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെ ഈ സ്ത്രീ ഒരു പൈശാചികൻ്റെ അഥവാ ദുരാത്മാവിൻ്റെ ബന്ധനം നിമിത്തം നിവർന്ന് നിൽക്കുവാനോ നടക്കുവാനോ കഴിയാത്ത സ്ഥിതി. ഒരുപക്ഷെ ഈ സ്ത്രീ ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുവാൻ ആ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന ചികിത്സകളെ സ്വീകരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആ ചികിത്സകളൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് ഒടുവിൽ അവൾക്ക് അങ്ങനെ തന്നെ അഥവാ ആ കൂനിയായ സ്ഥിതിയിൽ ജീവിതയാത്ര തുടരേണ്ടി വന്ന അവസ്ഥ. ഇത് 1-2 വർഷമല്ല, 18 ദീർഘവർഷങ്ങൾ. ഒന്ന് നിവരാൻ കഴിയാത്ത അവസ്ഥ വളരെ പരിതാപകരമാണ്. നാം അല്പസമയം നാം ഒന്ന് കുനിഞ്ഞു നിന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നിവർന്നു നിൽക്കുവാനുള്ള ഒരു പ്രേരണയുണ്ടാകും. അങ്ങനെയെങ്കിൽ
18 വർഷം ഒന്ന് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ കൂനിയായ ഈ സ്ത്രീ അനുഭവിച്ച വേദന എത്ര വലുത്. എന്നാൽ അന്ന് ആ ആരാധനയിൽ പങ്കെടുത്തത് അവളുടെ വിടുതലിന് കാരണമായി. അതെ, ആരാധനയിൽ വിടുതലുണ്ട്. യേശു കർത്താവ് ഓരോ ആരാധനയിലും വരുന്നു, ആരാധകരെ സൗഖ്യമാക്കുവാൻ, ആരാധകരെ ശക്തീകരിക്കുവാൻ, ആരാധകരെ അവർ ആയിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ. അതെ, ആരാധിക്കുമ്പോൾ വലിയ വിടുതലുണ്ട്. യേശു കർത്താവിൻ്റെ കരസ്പർശനം ഒരു നിമിഷം കൊണ്ട് അവൾ നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം ബലപ്പെടുകയാണ്. നമുക്കും ആരാധനകളിൽ പങ്കെടുത്ത് ഇതുപോലെയുള്ള സൗഖ്യങ്ങൾ പ്രാപിക്കാം. ആമേൻ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേവി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേവി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാൻ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. നീതിമാൻ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, യാചിപ്പീരെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീ കണ്ടെത്തും. മുത്തുവിൻ തുറക്കും, സ്വർഗത്തിൽ കലവറ പ്രാപിക്കാം എത്രയുള്ളൂ നന്മകൾ. മുത്തുവിൻ തുറക്കും, സ്വർഗത്തിൽ കലവറ പ്രാപിക്കാം എത്രയുള്ളൂ നന്മകൾ. പ്രാർത്ഥിക്കാം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേവി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും.
വേഗം തേടി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവിൽ നല്ലവൻ